മറ്റൊരു പ്രധാന റിപ്പോർട്ട് ADGP MR അജിത് കുമാറിനെതിരെയുള്ള DGPയുടെ അന്വേഷണ റിപ്പോർട്ട് നാളെ സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് അന്തിമഘട്ടത്തിലാണ്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നായിരുന്നു കേട്ടത്. 30 ദിവസത്തെ കാലാവധി അത് ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് നേരത്തെ കേട്ടിരുന്നു. നാളെ സമർപ്പിക്കുമെന്നാണോ ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ? വിജയകുമാർ, നാളെ ഈ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നീക്കം നടക്കുന്നത്. റിപ്പോർട്ടിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ആയി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ മുഖ്യമന്ത്രിക്ക് DGP ഈ റിപ്പോർട്ട് സമർപ്പിക്കും. TV അൻവറിന്റെ പരാതി, അനധികൃത സ്വത്ത് സമ്പാദനം, മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി, കടത്തു സ്വർണം വീതം വെപ്പ്, എടവണ്ണയിലെ കൊലപാതകം, അതുപോലെ തന്നെ മാമി തിരോധനം, ഇതിൽ അനധികൃത സ്വത്ത് സമ്പാദനം വിജിലൻസ് ആണ് അന്വേഷിക്കുന്നത്. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിച്ചിട്ടുള്ള പുകം കലക്കൽ വിവാദമൊക്കെ മറ്റ് അന്വേഷണ സംഘങ്ങളാണ് അക്കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്തായാലും PV അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളിലാണ് DGP ഒരു മാസമായി അന്വേഷണം നടക്കുന്നത്. ഈ 30 ദിവസത്തെ കാലാവധിയായിരുന്നു മുഖ്യമന്ത്രി നൽകിയിരുന്നത്. അത് ഇന്നലെയായിരുന്നു പൂർത്തിയായത്. പക്ഷേ ഇന്നലെ അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയായിരുന്നില്ല. അതുകൊണ്ടാണ് സമർപ്പിക്കാത്തത്. ഇന്ന് എന്തായാലും രാത്രിയോടെ ഇതിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് പൂർത്തിയാകും. നാളെ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ADGP MR അജിത് കുമാറിന്റെ ഭാവി നിർണ്ണയിക്കുക. എന്തായാലും കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ശരി അജീഷ്, വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്തായാലും ADGP MR അജിത് കുമാറിന് പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ADGPയെ മാറ്റും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് CPI നേതാക്കൾ അറിയിക്കുന്നത്. ബിനോയ് വിശ്വം അത് പാർട്ടി കമ്മിറ്റികളിൽ അറിയിക്കുകയും ചെയ്തു. ADGPക്കെതിരെ ചില പരാമർശങ്ങൾ DGPയുടെ റിപ്പോർട്ടിൽ ഉണ്ടെന്ന ചില സൂചനകളും ഇതിനിടെ വരുന്നുണ്ട്. എന്തായാലും നാളെ റിപ്പോർട്ട് സമർപ്പിക്കും. നാളെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ തുടർ നടപടികൾ, ആഭ്യന്തര വകുപ്പിലെ തുടർ നടപടികൾ ഉണ്ടാകും എന്ന വിവരം കൂടിയാണ് ഇപ്പോൾ വരുന്നത്. അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.